വിറ്റീനയ്ക്ക് ബാലൻറ്റ്യൂർ കൊടുത്താൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. യെസ്, അപ്പോൾ ഒഫീഷ്യലായിട്ട് ബാലൻറ്റ്യൂറിന് ഇനി 100 ദിവസം ഉണ്ടെന്ന് പോലും പറയാൻ പറ്റില്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. യെസ്, അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റോഡ്രിക്ക് കിട്ടിയ അതേ തിയറി ഓഫ് എൻട്രി തിയറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും വിറ്റീനയ്ക്ക് കിട്ടിക്കൂടെ? കാരണം PSG ഇപ്രാവശ്യം ഒരു അൺസ്റ്റോപ്പബിൾ അല്ലെങ്കിൽ എന്താ പറയുക കത്തി നിൽക്കുന്ന ഒരു സീസൺ തന്നെയാണ്. അതിൽ വിറ്റീനയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാനോ അല്ലെങ്കിൽ കണ്ടില്ല എന്നോ നടിക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ എന്തുകൊണ്ടും ബാലൻറ്റ്യൂറിന് യോഗ്യൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ സമയത്താണ് TNT സ്പോർട്സിൻ്റെ ഒരു പുതിയ പവർ റാങ്കിങ് ബാലൻറ്റ്യൂറിനെ റിലേറ്റ് ചെയ്ത് വന്നതിൽ ഒന്നാമതായിട്ട് ആര് നിൽക്കുന്നത്? വിറ്റീന നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ ചർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്കൊക്കെ റോഡ്രിയുടെ തിയറി തന്നെ ശരിയാണ്, അങ്ങനെയാണെങ്കിൽ വിറ്റീനയ്ക്ക് കൊടുക്കട്ടെ എന്നുള്ളതൊക്കെയാണ് വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോഴും എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, നിങ്ങളുടെ ടോപ്പ് 3 ബാലൻറ്റ്യൂർ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ളത് വരാൻ ഇനിയും കുറച്ച് ദിവസങ്ങളും കൂടെ എടുക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് കറോ. ഓക്കെ, എൻ്റെ ടോപ്പ് 3 ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് ലമീൻ യമാൽ, സെക്കൻഡ് ഒസമാൻ ഡെംബെലെ ആൻഡ് തേർഡ് ഇസ് റഫീനിയ. ഇനി നിങ്ങൾക്ക് ആരൊക്കെയാണ് ടോപ്പ് 3 എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യൂ.